കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി രാമന്തളി ചൂളക്കടവ് നിവാസികൾ. പ്രദേശത്തെ പൈപ്പ് ലൈനുകൾ വഴിയുള്ള ജലവിതരണം മാസങ്ങളായി തടസ്സപ്പെട്ട നിലയിലാണ്. വർഷങ്ങളായി തുടരുന്ന ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡായ ചൂളക്കടവിൽ ജലക്ഷാമം വളരെ രൂക്ഷമാണ്. ഇവിടെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവർക്ക് പഞ്ചായത്തിന്റെ വകയായിട്ടുള്ള വെള്ളം ലഭിക്കുന്നത്. നമ്മളിവിടെ ചൂളക്കടവ് ഭാഗത്ത് വെള്ളമില്ല, കുടിവെള്ള ക്ഷാമാന്ന്. പിന്നെ ഇവരടുത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ വെള്ളം കിട്ടുന്നില്ല. ഇപ്പം 2 ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരുന്നത്. ഇന്ന് നമുക്ക് നേർങ്ങനെയാണ് രാവിലെ മുതൽ വെള്ളം വന്നത്. നമ്മൾ ഓരോരോ വീട്ടുകാരും 4 പാനി വെള്ളം വെച്ചിട്ടെടുത്തു. ഇത്ര സമയത്ത് ഒരാൾ ഒരു ഭക്ഷണം കഴിക്കാണ്ടാണ് ഇവിടെ വെള്ളം എടുക്കുന്നത്. സൂര്യാഘാതത്തിന്റെ പ്രശ്നം ഒന്നാമത്. നമുക്കിവിടെ വെയിലടിച്ചിട്ട് പോകുമ്പം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരും ഒന്നും തരില്ലല്ലോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കുന്നത്, നമുക്ക് അലക്കാനായാലും കുളിക്കാനായാലും ഒന്നിനൊരു തുള്ളി വെള്ളം ഇവിടെ ഇല്ല. അതുപോലെ കാക്കടവ് വെള്ളം ഇന്നേക്ക് 5 ദിവസമായി നമുക്ക് വരാത്തത്. നമ്മളിപ്പോൾ എന്തുകൊണ്ട് ജീവിക്കേണ്ടത്? നമുക്ക് ഇവിടെ ഒരു കിണറോ എന്തും കുത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടൂല. ആകെ കിട്ടുന്നത് ഈ 2 വെള്ളമാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര ആൾക്കാരാണ് ഇവരുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയാം, നമുക്ക് വെള്ളമില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. അപ്പൊ അവർ ചെയ്തു തരാം, നമ്മൾ ചെയ്യും എന്ന് പറയുന്നില്ലാണ്ട് അവരൊന്നും നമുക്കിവിടെ ചെയ്യുന്നില്ല. എല്ലാ കൊല്ലവും പഞ്ചായത്തിൽ പോയിട്ട് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇത് ചെയ്തു തരും എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഇവര് ഓട്ടിന് വരുമ്പോൾ നമ്മളടുത്ത് പറയും, നമ്മ ആകെ ഇവരുടെ ഓട്ടിന് വരുമ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്നറിയാം, നമുക്ക് വെള്ളം ആക്കി തരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവരടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തു തരാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും സ്വാഭാവികമായി അവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കും. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വെള്ളമില്ല. ഏത് സമയം എത്ര കൊല്ലായി എന്നറിയാം. ഈ തലമ്മ വെള്ളം കൊണ്ടുപോകുന്നത് എത്ര കാലായി എന്നറിയാം. ഒരു പുരോഗമനം വേണ്ടിയിട്ട എത്ര വീടുകൾ ഉണ്ടെന്നറിയാം. ആ വീട്ടിലെല്ലാം വെള്ളം എടുക്കണമെങ്കിൽ ഇങ്ങനെ നേർങ്ങനെ വന്നാൽ എങ്ങനെ ശരിയാവലി? അത് അളക്കുന്ന ഇപ്പൊ ഇത്ര സ്പീഡിൽ വെള്ളം വരുന്നില്ലേ? ഈ വെള്ളം ഇവർക്ക് അത് അളക്കുമ്പോൾ തന്നെ ഇത്ര സ്പീഡിൽ അളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മ ഇങ്ങനെ വിളിച്ചു പറയാനോ ആക്കാനോ ഒരിക്കലും നിൽക്കൂല. നമുക്കിത് വെള്ളം കെട്ടി പണിയെടുത്തേറി വന്ന് ഈ വെള്ളം കെട്ടുമ്പോ എത്ര വിഷമമുണ്ട്. ആ പണിക്ക് പോയ വിഷമം തന്നെ തീരുന്നില്ല. അപ്പൊ ഈ വെള്ളത്തിനെടുക്ക വരുമ്പോ നമ്മ വീട്ടിലൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം എന്ന് വന്ന് വിചാരിച്ചാൽ പോലും ഈ വെള്ളത്തിന്റെ വിചാരിച്ചിട്ട് നമുക്കത് പറ്റുന്നില്ല. കാരണം ഈ വെള്ളം കെട്ടിയിട്ട് തന്നെ നമ്മളെ ആയുസ് ഒടുങ്ങും. കാരണം അത്രയും ബുദ്ധിമുട്ട്. നമുക്ക് ഇങ്ങനെ വെള്ളം എന്നാ പറയണ്ടേ, അളക്കുന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ വെള്ളം അളക്കണം. അല്ലാണ്ട് നമുക്ക് ഇത്ര പോലും ഇങ്ങനെ നേർങ്ങനെ വെള്ളം ആക്കിയിട്ട് നമുക്ക് ഇനി തലമ വെള്ളം കെട്ടാൻ കഴിയൂല. കാക്കട വെള്ളാണെങ്കിൽ അത് പറയും നേവിക്കാർക്കില്ല വെള്ളാന്ന്, പഞ്ചായത്ത് വെള്ളാണെങ്കിൽ അവർ പറയുന്നത് കടപ്പുറക്കാർക്കില്ല വെള്ളം. പിന്നെ നമ്മ ഏത് വെള്ളം കുടിച്ചിട്ട് ജീവിക്കേണ്ടത്? പുഴയിൽ ഉപ്പും വെള്ളം കുടിച്ചിട്ട് നമ്മ ജീവിച്ചാൽ മതിയാ? ഇതന്നെയാ നമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. ഇവരോട് പറയുമ്പോൾ ഇവർ എല്ലാ വർഷവും പറയും, പിന്നെ പഞ്ചായത്ത് അടുത്ത വർഷം നിങ്ങൾക്ക് ഇതാ 2024 അങ്ങനെ ആവും, പിന്നെ 2025 മറ്റേ എന്നാന്ന് ജപ്പാൻ കുടിവെള്ളം ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, അന്നേരം നിങ്ങൾക്ക് കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മ കാത്ത് നിന്ന് ഇനിയും നമ്മ എന്നാക്കാം. നമ്മ ഇങ്ങനെയാകുമ്പോ ഈ കൊടും ചൂടിന് നമ്മ ഇന്ന് ഇടുന്ന് ചെയ്യേണ്ടത് വെള്ളം ഇല്ലാതെ. 1-ാം വാർഡ് മെമ്പറാണ് ഞാൻ. നമ്മളെ സത്യപ്രതിജ്ഞ കഴിഞ്ഞത് ഡിസംബർ 21. അന്ന് തൊട്ടേക്ക് ഞാൻ കേൾക്കുന്നതാണ് നമ്മളെ ചൂളക്കടവ് ഭാഗത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം. ഇവരിടുന്ന് ഫസ്റ്റ് വിളിക്കുന്നത് നമ്മളെയാണ്. ഞാൻ വാട്ടർ അതോറിറ്റിയിൽ വിളിക്കുന്നുണ്ട്, ഓപ്പറേറ്ററെ വിളിക്കുന്നുണ്ട്, പ്രസിഡന്റിനോടും വിളിച്ച് സംഭവം പറയുന്നുണ്ട്. നമ്മളെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പം വിളിച്ചിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ അടിയന്തര യോഗം തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ. അതിനുശേഷം എന്താണ് തീരുമാനം എന്താണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് നമുക്ക് പറയണമെങ്കിൽ നാളെ കഴിഞ്ഞാലേ നമുക്കിത് പറയാൻ പറ്റും. കുടിവെള്ള പ്രശ്നത്തിൽ ഒരു അടിയന്തര മീറ്റിംഗ് കൂടാനാണ് രാമന്തളി പഞ്ചായത്ത് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ ക്ഷമിക്കാൻ ഇവർ തയ്യാറാണ്. അതിനുശേഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.